ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് അഥവാ വൃത്തങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങളുടെ മാത്സിൻ്റെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ആ ചാപ്റ്റർ വരിക. അപ്പോൾ നമുക്ക് നേരെ ഈ ചാപ്റ്ററിലോട്ട് വരാം. അപ്പോൾ സർക്കിൾ അഥവാ വൃത്തങ്ങൾ എന്നുള്ള ചാപ്റ്ററിലോട്ട് വരുന്നതിന് മുന്നായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഞാൻ അഥവാ കോഡ്, മലയാളം മീഡിയം കുട്ടികൾ ഞാൻ എന്ന് വിളിക്കും, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ കോഡ് എന്ന് വിളിക്കും. അതുപോലെ വ്യാസം അഥവാ ഡയമീറ്റർ, വ്യാസം അഥവാ ഡയമീറ്റർ. മൂന്നാമത്തത് റേഡിയസ് അഥവാ ആരം. ഈ മൂന്ന് ടേമുകൾ എന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. നോക്കിയേ, ഞാൻ ഈ സർക്കിളിൽ ഈ വൃത്തത്തിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ഈ എയും ബിയും കൂടെ ജോയിൻ ചെയ്തപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു വര കിട്ടിയില്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഞാൻ അഥവാ കോഡ്. ഇത് മലയാളം മീഡിയംകാർ എന്തെന്ന് വിളിക്കും? ഞാൻ എന്ന് വിളിക്കും. ഇംഗ്ലീഷ് മീഡിയംകാർ ഇതിനെ കോഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എന്താണ് കോഡ്, എന്താണ് ഞാൻ? ഡെഫിനിഷൻ ഒന്നും വേണ്ട മക്കളെ, കാര്യം മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിൾ ആണ്. ഒരു വൃത്തത്തിലെ ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ ജോയിൻ ചെയ്താൽ, ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു വര, ഈ ഒരു ലൈനെയാണ് നമ്മൾ ഞാൻ അഥവാ കോഡ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിയേ, സാർ മറ്റൊരു കോഡ് വരക്കാൻ പോവാണ്. ഇവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഡി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഞാനൊരു കോഡ് വരച്ചിട്ടുണ്ട്, സി ഡി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ, ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്താൽ നമ്മൾ വരക്കുന്ന ആ വര, ആ ലൈനെയാണ് നമ്മൾ കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് വിളിക്കുക. ഇനി ഞാൻ സി ഡി എന്ന് പറയുന്ന പുതിയൊരു ഞാൻ വരച്ചിട്ടുണ്ട് അല്ലേ? ഈ സി ഡിക്ക് എ ബിയെ പോലെയല്ല, ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വൃത്തത്തിന്റെ കേന്ദ്രം, വൃത്തത്തിന്റെ സെന്റർ ഓയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ എ ബി ഒരു ഞാനാണ്, സി ഡി ഒരു ഞാനാണ്. സി ഡിക്ക് എ ബിനെ അപേക്ഷിച്ചിട്ട് ഒരു സ്പെഷ്യാലിറ്റി, ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ മക്കളെ? സി ഡി കടന്നു പോകുന്നത് വൃത്തകേന്ദ്രം ഓയിലൂടെയാണ്. അങ്ങനെ വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ, വൃത്തകേന്ദ്രത്തിലൂടെ സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ഞാൻ അഥവാ ആ കോഡ്, അങ്ങനെയാണെങ്കിൽ അത്തരം കോഡുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് വ്യാസം അഥവാ ഡയമീറ്റർ. വ്യാസം അഥവാ ഡയമീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പം വൃത്തത്തിൽ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ, അതിനെ കോഡ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ എ ബി ഒരു കോഡാണ്, സി ഡിയും ഒരു കോഡാണ്. പക്ഷേ സി ഡി എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ ഞാൻ, അത് കടന്നു പോകുന്നത് വൃത്തകേന്ദ്രം ഓയിലൂടെയാണ്. അങ്ങനെ വൃത്തകേന്ദ്രം, വൃത്തത്തിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഞാനിനെ വിളിക്കുന്ന പേരാണ് വ്യാസം അഥവാ ഡയമീറ്റർ. ഇനി വ്യാസത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ് നിങ്ങൾ വിചാരിച്ചോ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ വ്യാസം സി ഡിയുടെ നീളം 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ വൃത്തകേന്ദ്രം ഓയിൽ നിന്നും സിയിലോട്ട് വ്യാസത്തിന്റെ പകുതി 5 സെന്റിമീറ്റർ അല്ലെ? വൃത്തകേന്ദ്രം ഓയിൽ നിന്നും ഡിയിലോട്ട് അതിന്റെ 10 സെന്റിമീറ്ററിന്റെ പകുതി, അതെത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് വരിക. അങ്ങനെ നമ്മൾ ഈ വ്യാസം അഥവാ ഈ ഡയമീറ്ററിന്റെ പകുതി ദൂരം, അഥവാ വൃത്തത്തിലെ ഒരു പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഒരു പോയിന്റിലോട്ട്, അഥവാ ഞാൻ ഓയിൽ നിന്നും സിയിലോട്ടുള്ള ദൂരം എടുക്കുകയാണെങ്കിൽ ഈ 10 സെന്റിമീറ്ററിന്റെ പകുതിയല്ലേ വരിക? അങ്ങനെ ഞാൻ ഈ വൃത്തത്തിന്റെ കേന്ദ്രം, വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിൽ ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ ഞാൻ അളന്നെടുത്തു കഴിഞ്ഞാൽ എനിക്ക് 10 സെന്റിമീറ്ററിന്റെ പകുതി കിട്ടില്ലേ? അങ്ങനെ വ്യാസത്തിന്റെ അഥവാ ഡയമീറ്ററിന്റെ പകുതി വരുന്ന ഈ ദൂരം, ഇതിനെയാണ് നമ്മൾ റേഡിയസ് അഥവാ ആരം എന്ന് വിളിക്കുന്നത്. റേഡിയസ് അഥവാ ആരം. അപ്പൊ ഈ 3 പോയിന്റുകൾ വളരെ സിമ്പിൾ ആണ്, എല്ലാവരും ഓർത്തു വെക്കുക. ഈ ചാപ്റ്റർ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ റേഡിയസ്, ആരം, ഡയമീറ്റർ അഥവാ വ്യാസം, കോഡ്, ഞാണ്, ഇതിങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഓർത്തു വെക്കുക, വളരെ സിമ്പിൾ ആണ്. വൃത്തത്തിൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്താൽ അതിനെ നമ്മൾ ഞാൻ അഥവാ കോഡ് എന്ന് വിളിക്കും. ആ ഞാൻ വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനെ വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് വിളിക്കും. അതിന്റെ പകുതി അഥവാ വൃത്ത കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട്ടുള്ള ദൂരം, വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട്ടുള്ള ദൂരം, അതിനെ നമ്മൾ റേഡിയസ് അഥവാ ആരം എന്ന് വിളിക്കും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നോക്കൂ മക്കളെ, ഞാൻ ഇവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ കോഡ് കടന്നു പോകുന്നത് വൃത്തത്തിന്റെ കേന്ദ്രം ഓയിലൂടെയാണ്. വൃത്തത്തിന്റെ കേന്ദ്രം ഓയിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ എ ബിനെ വിളിക്കുന്ന പേരെന്താ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഈ എ ബിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ മക്കളെ? എ ബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ അഥവാ വ്യാസം. അങ്ങനെ ഈ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ, എന്താ അഗ്രബിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് എൻഡ് പോയിന്റ്, രണ്ടിലെ എൻഡിലുള്ള 2 പോയിന്റ്. അപ്പൊ എ ബി ഒരു കോഡായിരുന്നു, ഒരു ഞാനായിരുന്നു. അത് കടന്നു പോകുന്നത് വൃത്തകേന്ദ്രം ഓയിലൂടെയാണ്. അതുകൊണ്ട് ആ ഞാണിനെ നമ്മൾ പ്രത്യേകം വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ അഥവാ വ്യാസം.
ആ വ്യാസത്തിന്റെ എൻഡ് പോയിന്റുകൾ അഥവാ അഗ്രബിന്ദുക്കൾ ഞാൻ വൃത്തത്തിൽ സി, ഇവിടെ ഞാൻ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഞാൻ ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഞാൻ ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇങ്ങനെ 3 പോയിന്റ് ഞാൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചിരുന്നോ മക്കളെ? ഈ വൃത്തത്തിന്റെ വ്യാസമായിട്ടുള്ള എ ബിയുടെ അഗ്രബിന്ദുക്കൾ എൻഡ് പോയിന്റുകളായിട്ടുള്ള എ ഞാൻ സിയിലോട്ട് കണക്ട് ചെയ്തു, അതുപോലെ ഞാൻ ബിയും സിയിലോട്ട് കണക്ട് ചെയ്തു. അപ്പം എനിക്കിവിടെ കിട്ടുന്ന കോൺ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. എനിക്കിവിടെ കിട്ടുന്ന കോൺ ഒരു മട്ട കോൺ അഥവാ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. വെരി വെരി സിമ്പിൾ മക്കളെ, ഓർത്തു വെക്കുക. ഒരു വൃത്തം അതിൻ്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ പോയിന്റിലോട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന കോൺ ഒരു മട്ട കോണായിരിക്കും, അഥവാ റൈറ്റ് ആംഗിൾ ആയിരിക്കും, അഥവാ 90 ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ സിയിലോട്ട് മാത്രമല്ല, നോക്കിക്കോ, ഞാൻ ഇത് വീണ്ടും കാണിച്ചു തരാം. ഞാൻ ഈ ഒരു വ്യാസത്തിന്റെ അഗ്രബിന്ദുവായിട്ടുള്ള എ ഞാൻ ഡിയിലോട്ട് കണക്ട് ചെയ്തു, ബി ഞാൻ ഡിയിലോട്ട് കണക്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഇവിടെ ഉണ്ടാവുന്ന കോണും എന്ത് കോണായിരിക്കും? ഒരു മട്ട കോണായിരിക്കും. ഓക്കെ, ഇനി നോക്കിയേ, ഞാൻ ഈ അഗ്രബിന്ദുക്കൾ ഞാൻ ഇയിലോട്ട് കണക്ട് ചെയ്തു, ബിയിൽ നിന്നും ഞാൻ ഇയിലോട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോണും എന്ത് കോണായിരിക്കും? ഒരു മട്ട കോൺ അഥവാ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് സർക്കിൾ ആണല്ലേ. ഈ വ്യാസം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻട്രലിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ട് ഈ വൃത്തത്തിനെ അർദ്ധവൃത്തമാക്കും അല്ലെ, അർദ്ധവൃത്തം അഥവാ സെമി സർക്കിൾ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെയായിരിക്കും, അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണാണ്, അഥവാ ആംഗിൾ ഫോംഡ് ഇൻ എ ഹാഫ് സർക്കിൾ സെമി സർക്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആയിരിക്കും, അഥവാ 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടാവുക. നിങ്ങൾ അത് ഇത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒരു വൃത്തത്തിന്റെ ഡയമീറ്റർ, ആ ഡയമീറ്റർ ആയിട്ടുള്ള വ്യാസം, ആ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ എൻഡ് പോയിന്റുകൾ വൃത്തത്തിലെ പോയിന്റുകളിലോട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കോൺ എന്ന് പറയുന്നത് കോൺ അഥവാ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇനി ഇത് ഞാൻ മുകളിലോട്ട് വരച്ചില്ലേ, ഇത് താഴോട്ട് വരക്കാം. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരു പോയിന്റ് ഞാൻ ഇ, നോക്കിയേ ഇവിടെ ഒരു പോയിന്റ് ഞാൻ ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇതാ ഇത് ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. ഈ പോയിന്റിലോട്ട് ഞാൻ എയിൽ നിന്ന് ജോയിൻ ചെയ്തു, ഞാൻ ബിയിൽ നിന്ന് ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന കോണും എന്ത് തന്നെയായിരിക്കും? മട്ട കോണായിരിക്കും. ഇനി നോക്കിയേ, ഇവിടെ ഒരു പോയിന്റ് ഞാൻ ഇടാണ്, ഇവിടെ നോക്കിയേ മക്കളെ, ഇവിടെ ഞാൻ എഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇടാണ്. എന്തുവാ? എഫ്. എന്നിട്ട് എന്താണ് നോക്കിയേ, നേരത്തെ ചെയ്ത പോലെ തന്നെ എയിൽ നിന്നും ഞാൻ എഫിലോട്ട് ജോയിൻ ചെയ്യുന്നു, ബിയിൽ നിന്നും ഞാൻ എഫിലോട്ട് ജോയിൻ ചെയ്യുന്നു. എനിക്ക് ഇവിടെ കിട്ടുന്ന കോണും എന്ത് കോണായിരിക്കും? മട്ട കോണായിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ, ഫിഗർ കാണാൻ നല്ല രസമുണ്ടല്ലേ. ആ രസം ഉള്ള പോലെ തന്നെ രസകരമായിട്ട് പഠിക്കുക മക്കളെ, വളരെ രസകരമായിട്ട് പഠിക്കുക. അതെന്താണ്? ഒരു വൃത്തം, ആ വൃത്തത്തിന് നമ്മൾ ഡയമീറ്റർ വ്യാസം വരച്ചു, അർദ്ധവൃത്തമാക്കി, മുകളിലോട്ടൊരു ഹാഫ്, താഴോട്ടൊരു ഹാഫ്. അങ്ങനെ അർദ്ധവൃത്തത്തിൽ നമ്മൾ ഫോം ചെയ്യുന്ന, അവിടെ നമ്മൾ രൂപപ്പെടുന്ന കോണുകളെല്ലാം റൈറ്റ് ആംഗിൾ അഥവാ മട്ട കോണായിരിക്കും. ഇങ്ങനെയായിരിക്കും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടാവുക. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. വ്യാസത്തിന്റെ ഡയമീറ്ററിന്റെ അഗ്രബിന്ദുക്കൾ സർക്കിളിലോട്ട് നമ്മൾ ഏത് പോയിന്റിലോട്ട് ജോയിൻ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഈ കോണെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന് ഇത് നേരെ റിവേഴ്സ് ആയിട്ടാണ് വരിക. എങ്ങനെ റിവേഴ്സ് ആയിട്ട് വരിക? അതാണ് മക്കളെ സാറ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? അതായത് എക്സാമിന് ഇത് നേരെ തിരിഞ്ഞു വരും. എങ്ങനെയാ തിരിഞ്ഞു വരിക? ഉൾട്ട റിവേഴ്സ് ആയിട്ട് വരും. എങ്ങനെ? അതായത് അവർ എവിടെയെങ്കിലും ഒരു 90 ഡിഗ്രി കോൺ മാർക്ക് ചെയ്യും. സർക്കിളിനകത്ത് ഒരു പോയിന്റ് വരച്ചിട്ട് അവർ എവിടെയെങ്കിലും ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം മനസ്സിലാക്കണം, ഇപ്പൊ ഞാനിതാ ഇവിടെ ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്തു അല്ലെ. എക്സാമിന് ഇത് നേരെ റിവേഴ്സ് ആയിട്ട് വരും. അപ്പൊ ആ റിവേഴ്സ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല, മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാൻ നോക്കി, ഇവിടെ ഒരു 90 ഡിഗ്രി എക്സാമിന് ഇങ്ങനെ ഒരു 90 ഡിഗ്രിയുടെ മാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അറിയോ? ഈ 90 ഡിഗ്രി ഫോം ചെയ്യുന്ന രണ്ട് വരകൾ ഏതൊക്കെയാ? ഈ 90 ഡിഗ്രി ഫോം ചെയ്യുന്ന രണ്ട് വരകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വരയാണ് അല്ലേ, ഒന്ന് ഇവനാണ്. ഓക്കെ, ഒന്ന് ഇവനാണ്. ഇവ രണ്ടുപേരും കൂടിയല്ലേ ഈ 90 ഡിഗ്രി ഫോം ചെയ്തത്. ഇങ്ങനെയായിരിക്കും എക്സാമിന്. ഇപ്പൊ നിങ്ങൾ ഈ മഞ്ഞ കളറിലുള്ളതെല്ലാം ബാക്കിയെല്ലാം അങ്ങ് മറന്നേക്ക്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, ഇവിടെ 90 ഡിഗ്രി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എക്സാമിന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 90 ഡിഗ്രി ഫോം ചെയ്തത് ആരൊക്കെയാ? എ ഡിയും പിന്നെയോ ഡി ബിയും. എ ഡിയും അതുപോലെ ഡി ബിയും. അപ്പം ഈ രണ്ട് പോയിന്റുകൾ ഉണ്ടല്ലോ, ഏത്?
എ എന്ന് പറയുന്ന ഈ പോയിന്റും അതുപോലെ ബി എന്ന് പറയുന്ന ഈ പോയിന്റും ജോയിൻ ചെയ്താൽ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇത് രണ്ടും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വൃത്തത്തിന്റെ വ്യാസം അഥവാ ഡയമീറ്റർ ആയിരിക്കും. എക്സാമിന് ഇത് നേരെ തിരിച്ചാ ചോദിക്കുക. അപ്പൊ സർക്കിൾ എവിടെയെങ്കിലും 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, സർക്കിൾ അഥവാ വൃത്തത്തിൽ എവിടെയെങ്കിലും 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ചെയ്ത രണ്ട് വരകൾ ജോയിൻ ചെയ്യുക. ആ മാർക്ക് ചെയ്ത രണ്ട് വരകൾ ഏതാ? ഒന്ന് ഡി എ, ഒന്നോ ഡി ബി. അപ്പൊ അതിന്റെ എൻഡ് ആയിട്ടുള്ള ഈ എയും ഈ ബിയും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്തായിരിക്കും? വ്യാസം അഥവാ ഡയമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ കോൺസെപ്റ്റ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് എക്സാമിന് വന്നൊരു പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ പ്രോബ്ലം. എക്സാമിന് വന്നൊരു പ്രോബ്ലം. ഇത് എക്സാമിന് വന്നൊരു പ്രോബ്ലം ആണ്. നോക്കിയേ മക്കളെ, വളരെ സിമ്പിൾ ആണ്. ഈ ഫിഗറിൽ നിന്നും നിങ്ങൾ എന്ത് കാണണം? ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം കാണണം. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? നോക്കിയേ, ഈ ഫിഗറിൽ നിന്നും നിങ്ങൾ ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം കാണണം. അപ്പൊ ഞാൻ പറഞ്ഞ റിവേഴ്സ് അപ്രോച്ച്, ഉൾട്ട അപ്രോച്ച്, തിരിച്ച് ചിന്തിക്ക്. എന്താണ് തിരിച്ച് ചിന്തിക്കേണ്ടത്? ദാ ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. തിരിച്ച് ചിന്തിക്ക്. ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗർ തന്നിട്ടുണ്ട്, ABCD മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കിൾ ഇങ്ങനെ ഫിഗർ തരും, ചിത്രം തരും എക്സാമിന്. ABCD ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ? റേഡിയസ് അഥവാ ആരം കാണണം. അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യാസം കാണാനായിരിക്കും, ഡയമീറ്റർ കാണാനായിരിക്കും. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും റേഡിയസ് അഥവാ ആരം കാണാൻ. നമുക്കറിയാം വ്യാസം അഥവാ ഡയമീറ്റർ കിട്ടിയാൽ അതിന്റെ നേരെ പകുതിയാക്കിയാൽ റേഡിയസ് അഥവാ ആരം കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. BC എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് അല്ലെ? AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും BC എന്ന് പറയുന്നത് 8 സെന്റിമീറ്ററും. എന്നിട്ട് എന്ത് കാണാം? റേഡിയസ് അഥവാ ആരം കാണണം. അപ്പൊ നമ്മൾ പഠിച്ച റിവേഴ്സ് അപ്രോച്ച്, ഉൾട്ട അപ്രോച്ച് പറ എന്താണ്? ഇവിടെ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ഒന്ന് ഇതാണ് അല്ലെ? AB. ഒന്നാരാണ്? AC. ദാ ഈ യെല്ലോ കളർ അല്ലെ? ABയും ACയും. ക്ലിയർ ആണല്ലോ? അതിൻ്റെ എൻ പോയിന്റുകൾ, അതായത് 90 ഡിഗ്രി ആരാണോ ഫോം ചെയ്യുന്നത് അത് ഫോം ചെയ്തിട്ടുള്ള രണ്ട് വരകളുടെ എൻ പോയിന്റ് ആയിട്ടുള്ള എയും ഈ സിയും ഞാൻ ജോയിൻ ചെയ്താൽ, ഈ എയും സിയും ഞാൻ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഈ AC അല്ലേ? ഈ AC ആണ് എന്ത്? നോക്കിയേ, ഈ AC ആണ് എന്ത്? നമ്മളുടെ വ്യാസം അഥവാ ഡയമീറ്റർ. അപ്പൊ ഈ ഡയമീറ്റർ അഥവാ വ്യാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരം അഥവാ റേഡിയസ് കിട്ടില്ലേ മക്കളെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയേ, ഈ ABC ഇവിടെ 90 ഡിഗ്രി ഉള്ളത് കൊണ്ട് ഇത് എന്ത് ത്രികോണാണ്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമല്ലേ? അതിനകത്ത് AB എന്ന് പറയുന്നത് അതിന്റെ പാദം അഥവാ ബേസ് അല്ലേ? BC എന്ന് പറയുന്നത് അതിന്റെ ലംബം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാം ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആള് എന്ന് പറയുന്നത് ഇതിന്റെ കർണമാണ് അല്ലേ? അഥവാ ഹൈപ്പോടെന്യൂസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മഞ്ഞ ത്രികോണം, സാർ മഞ്ഞ കളറിൽ വരച്ച ഈ മഞ്ഞ ത്രികോണം ഉണ്ടല്ലോ, അത് ABC. ഈ ABC ഇതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് എതിരെ നിൽക്കുന്ന ആള് ഹൈപ്പോടെന്യൂസ് അല്ലേ? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ മട്ട ത്രികോണമാണ്. അതിൽ മട്ടകോണിന് അഥവാ റൈറ്റ് ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോടെന്യൂസ് അഥവാ കർണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അഥവാ കർണ സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതി വെക്കാം, ഇവിടെ AC സ്ക്വയർ ഇസ് ഈക്വൽ ടു, AC സ്ക്വയർ എന്ന് പറയുന്നത് BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ, എന്ന് എഴുതി വെക്കാം. അപ്പൊ BC യുടെ നീളം എത്രയാണ്? BC 8 ആണ്. അപ്പം AC സ്ക്വയർ ഇസ് ഈക്വൽ ടു
8 സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. എ ബി എത്രയാണ് മക്കളെ? 6 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പൊ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64ഉം 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36ഉം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 100 കിട്ടില്ലേ? അപ്പൊ എ സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ എ സി എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് 100 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുവടാ? പ്ലസ് ഓർ മൈനസ് 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. പക്ഷെ നമ്മൾ നീളം അളക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് നെഗറ്റീവിൽ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് വേണ്ട, നമുക്ക് എന്തെടുക്കാം? 10 സെന്റിമീറ്റർ എന്നെടുക്കാം. 10 സെന്റിമീറ്റർ എന്നെടുക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴും നിങ്ങൾക്ക് രണ്ട് ആൻസർ ഉണ്ടാവും, പ്ലസ് മൈനസ്. അത് നിങ്ങൾ ദ്വിമാന സമവാക്യം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പൊ എത്ര ഓർത്ത് വെക്കുക, എപ്പോൾ നിങ്ങൾ റൂട്ട് എടുക്കുകയാണെങ്കിൽ പ്ലസും മൈനസും ഉണ്ടാവും. 10 അല്ല, പ്ലസ് ഓർ മൈനസ് 10 സെന്റിമീറ്റർ ആണ് ആൻസർ കിട്ടുക. പക്ഷെ നമ്മൾ ഇവിടെ എടുക്കുന്നത് നീളമായതുകൊണ്ട് നീളം അഥവാ ലെങ്ത് നമ്മൾ ഒരിക്കലും നെഗറ്റീവിൽ പറയില്ല. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കണ്ട, പോസിറ്റീവ് ആയിട്ടുള്ള 10 സെന്റിമീറ്റർ മാത്രം എടുത്താൽ മതി. അത് നമ്മളുടെ വ്യാസമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആരമാണ്. നമുക്കറിയാം റേഡിയസ്, ആരം എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ ആർ ഈക്വൽ ടു ഇത് മൊത്തം ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 10 സെന്റിമീറ്ററിന്റെ പകുതി എന്ന് പറയുമ്പം ആരം ഈക്വൽ ടു എത്ര കിട്ടും? 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. 5 സെന്റിമീറ്റർ. ഇനി ഈ ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ മക്കളെ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ നോക്കിയേ, ഇതെന്താ? ഇവിടെ എ ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്നത് ഒരു കോഡാണ് അല്ലേ? എ ബി എന്ന് പറയുന്നത് ഒരു കോഡാണ്. ഈ എ ബി എന്ന് പറയുന്ന കോഡ് വൃത്തത്തിനെ 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഒന്ന് വലിയ ഭാഗം അല്ലേ? മുകളിലുള്ളത് എന്താ? വലിയ ഭാഗം. താഴെയുള്ളതോ? ചെറിയ ഭാഗം അല്ലേ? ഈ എ ബി എന്ന് പറയുന്ന കോഡ് അഥവാ ഞാൻ വൃത്തത്തിനെ 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഒന്നൊരു വലിയ ഭാഗം, ഒന്നൊരു ചെറിയ ഭാഗം ആണല്ലോ. എന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ഈ എ ബി എന്ന് പറയുന്ന കോഡിന്റെ ഞാനിന്റെ എൻ പോയിന്റുകൾ വൃത്തത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഒ അല്ലേ? വൃത്തത്തിന്റെ കേന്ദ്രം ഓയിലോട്ട് ഞാൻ ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ ഓയിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ, ഞാൻ എയിൽ നിന്നും ഓയിലോട്ട് ജോയിൻ ചെയ്തു, ബിയിൽ നിന്നും ഓയിലോട്ട് ജോയിൻ ചെയ്തു. ഇവിടെ എനിക്ക് കിട്ടുന്ന ഈ ഒരു ആംഗിൾ, ഓക്കെ, ഈ ഒരു കോൺ, ഇതിനെ ഞാൻ എക്സ് ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. എന്തെന്ന് കൊടുക്കുകയാണ്? എക്സ് ഡിഗ്രി. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, എ ബി ഒരു ഞാനാണ്. അഥവാ കോഡ്. പറഞ്ഞ മക്കളെ, എ ബി ഒരു ഞാനാണ് അഥവാ കോഡാണ്. ഈ കോഡ് വൃത്തത്തിന്റെ സെന്റർ, വൃത്തകേന്ദ്രം ഓയിലോട്ട് ഞാൻ ജോയിൻ ചെയ്താൽ എനിക്ക് ഇവിടെ കിട്ടുന്ന ഈ കോൺ അഥവാ ഈ എ ഒ ബി എന്ന് പറയുന്ന ഈ കോണിനെ വിളിക്കുന്ന പേരെന്താ? ഒന്ന് പറഞ്ഞേ. സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ. അപ്പം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ, ഇനി നോക്കിയേ, ഞാൻ പറഞ്ഞു എ ബി എന്ന് പറയുന്ന കോൺ ഈ വൃത്തത്തിനെ 2 ഭാഗമാക്കിയിട്ടുണ്ട്. ഒന്നൊരു വലിയ ഭാഗമാണ്, താഴോട്ടുള്ളത് ഒരു ചെറിയ ഭാഗമാണ് അല്ലേ? ഇനി ഞാൻ എന്താ പറയാൻ പോകുന്നത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. ഞാൻ എ ബിയുടെ ബിയിൽ നിന്ന് ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്തു, എയിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഈ വലിയ ഭാഗത്ത് ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്തു. ആ പോയിന്റിന് ഇപ്പം ഞാൻ സി എന്ന പേര് വിളിക്കാം. സി എന്ന പേര് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ഫോം ചെയ്യുന്ന കോൺ ഈ എ ബി എന്ന് പറയുന്ന ഞാൻ വൃത്തകേന്ദ്രം ഓയിൽ ഉണ്ടാക്കിയ കോണ് നമ്മൾ എക്സ് ഡിഗ്രി എന്ന് വിളിക്കുകയാണെങ്കിൽ, എ ബി എന്ന് പറയുന്ന ഞാൻ അഥവാ കോൺ വൃത്തകേന്ദ്രം ഓയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കേന്ദ്രകോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ, ഈ എ ബി എന്ന് പറയുന്ന ഞാൻ വലിയ ഭാഗത്ത് ഉണ്ടാക്കുന്ന കോൺ കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും. ദാറ്റ് ഈസ് x/2 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ എത്രയാണോ ഇതിന്റെ പകുതിയാണ് വലിയ ഭാഗത്ത് വരിക. ഇനി ഈ എ ബി എന്ന് പറയുന്ന ഞാൻ വലിയ ഭാഗത്ത് കോൺ ഉണ്ടാക്കിയ പോലെ തന്നെ എവിടെയും ഉണ്ടാക്കാം, ചെറിയ ഭാഗത്ത് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇതാ നോക്കിയേ, എയിൽ നിന്നും ഞാൻ ഇവിടെ ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്യുന്നു, ബിയിൽ നിന്നും ഞാൻ ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഈ പോയിന്റിനെ ഞാൻ ഡി എന്ന് വിളിക്കുന്നു. ഈ പോയിന്റിനെ എന്തെന്ന് വിളിക്കുന്നു? ഡി എന്ന് വിളിക്കുന്നു. ഈ പോയിന്റിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു മക്കളെ? ഡി എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന
ഉണ്ടാക്കുന്ന കോൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിയിൽ ഉണ്ടാക്കിയ ഈ കോണും ഡിയിൽ ഉണ്ടാക്കിയ കോണും കൂടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി അഥവാ 180 കിട്ടും. അപ്പൊ ഇവിടുത്തെ കോണ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 180ൽ നിന്നും മുകളിലെ കോണായിട്ടുള്ള x/2 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികൾ 180 മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി വെക്കും. ഇത് തെറ്റാണ് കേട്ടോ, ഇത് തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സിയും ഡിയും കൂടെ കൂട്ടുമ്പോഴാണ് 180. അപ്പോൾ സി എന്ന് പറയുന്നത് x/2 ഡിഗ്രി ആണെങ്കിൽ ഡി കിട്ടണമെങ്കിൽ 180ൽ നിന്നും സിയുടെ വാല്യൂ x/2 കുറക്കാണ് വേണ്ടത്, അല്ലാതെ 180 മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 അല്ല. അപ്പോൾ ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കിയേ, എൻ്റെ കൂടെ പറഞ്ഞേ എ ബി എന്ന് പറയുന്നത് ഒരു ഞാണാണ് അല്ലേ? എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഞാണാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഞാണ് വൃത്തത്തിന്റെ കേന്ദ്രം ഓയിലോട്ട് ഒരു കോൺ ഉണ്ടാക്കുന്നു. ആ കോണിനെ വിളിക്കുന്ന പേരെന്താ? കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ. കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ അതാണ് എക്സ് ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന ഞാൻ ഈ വൃത്തത്തിനെ 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഒന്നൊരു വലിയ ഭാഗം, ഒന്നൊരു ചെറിയ ഭാഗം. അങ്ങനെ വലിയ ഭാഗത്തോട്ട് കേന്ദ്രകോൺ പോലെ തന്നെ എയിൽ നിന്നും ബിയിൽ നിന്നും ഞാൻ സെൻട്രലോട്ട് ജോയിൻ ചെയ്തതിന് പകരം വൃത്തത്തിന്റെ വലിയ ഭാഗത്തോട്ട് ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന കോൺ ഈ സെൻട്രലിന്റെ പകുതി, സെൻട്രൽ ആംഗിളിന്റെ പകുതി അഥവാ എക്സിന്റെ പകുതി x/2 ഡിഗ്രി ആയിരിക്കും. വലിയ ഭാഗത്ത് ജോയിൻ ചെയ്തതുപോലെ തന്നെ ചെറിയ ഭാഗത്തോട്ട് ജോയിൻ ചെയ്താൽ, അപ്പൊ വലിയ ഭാഗത്ത് ജോയിൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെറിയ ഭാഗത്ത് ജോയിൻ ചെയ്താൽ ഇവിടെ ഡി എന്ന് പറയുന്ന ഒരു കോൺ ഉണ്ടാവും. ഇവർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അഥവാ ഈ സിയും ഡിയും കൂടെ അഥവാ ആംഗിൾ സിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. എത്ര കിട്ടുക? 180 ഡിഗ്രി. അതുകൊണ്ട് ആംഗിൾ ഡി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180ൽ നിന്നും ആംഗിൾ സി മൈനസ് ചെയ്യുക. എന്താ ആംഗിൾ സി? x/2 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ x/2 180 മൈനസ് x/2 എന്നൊക്കെ തോന്നും. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആടാ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സാറ് കാണിച്ചു തരാം. നോക്കിക്കോ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സാറ് കാണിച്ചു തരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സാറ് കാണിച്ചു തരാം. നോക്കിയേ, നമ്മളെ ഫിഗറിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, ഇത് എ, ഇവിടെ ഒരു പോയിന്റ് ബി, ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എ ബി എന്ന് പറയുന്ന ഒരു ഞാണ്. ഇവിടെ ഒ, ഇവിടെ എന്താണ്? ഒ. എയിൽ നിന്നും ഓയിലോട്ട്, ബിയിൽ നിന്നും ഓയിലോട്ട്. ഇതിനെ വിളിക്കുന്ന പേരെന്താടാ? കേന്ദ്രകോൺ. ഈ കേന്ദ്രകോൺ 140 ഡിഗ്രിയാന്ന് വിചാരിച്ചോ. എത്രയാണ്? 140 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഞാൻ എയിൽ നിന്നും വൃത്തത്തിന്റെ വലിയ ഭാഗം ഇവിടെ സി എന്ന് മാർക്ക് ചെയ്തു, ബിയിൽ നിന്നും ഞാൻ വലിയ ഭാഗം ഇവിടെയും സി എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ സി എന്ന് പറയുന്നത് ഈ 140ന്റെ പകുതി ഒന്ന് പറഞ്ഞേടാ, 70 ഡിഗ്രി. 140ന്റെ പകുതി എത്രയാണ്? 70 ഡിഗ്രി. വെരി സിമ്പിൾ. ഇനി വലിയ ഭാഗത്ത് ജോയിൻ ചെയ്ത പോലെ ഞാൻ എയിൽ നിന്നും ചെറിയ ഭാഗത്തോട്ട് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്തു, ബിയിൽ നിന്നും ഡിയിലോട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കോൺ നമുക്കറിയാം, ആംഗിൾ സിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ആംഗിൾ ഡി എത്രയാണെന്ന് ചോദിച്ചാൽ 180ൽ നിന്നും ആംഗിൾ സി മൈനസ് ചെയ്യുക. അപ്പോൾ 180ൽ നിന്നും എത്രയാണ് ആംഗിൾ സി? 70 ഡിഗ്രി മാർക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 110 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 180 മൈനസ് 70 ഡിഗ്രി അഥവാ 110 ഡിഗ്രി. ഇത്രയേ ഉള്ളൂടാ. ഇതിങ്ങനെ x/2 180 മൈനസ് x/2 എന്നൊക്കെ പറയുന്ന പോലെയുള്ള കൺഫ്യൂഷൻ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. ഒരു ഞാൻ സെൻട്രലോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ 140 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആ ഞാൻ വൃത്തത്തിനെ 2 ഭാഗമാക്കും. ഒന്ന് വലിയ ഭാഗം, ഒന്ന് ചെറിയ ഭാഗം. വലിയ ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതി. ഇനി വലിയ ഭാഗത്തും ചെറിയ ഭാഗത്തും കൂടെ ഉണ്ടാക്കുന്ന ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പൊ ഇവിടെ ചെറിയ ഭാഗത്ത് കിട്ടുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 180ൽ നിന്നും ഈ 70 ഡിഗ്രി അങ്ങ് മൈനസ് ചെയ്താൽ 110 ഡിഗ്രി എന്ന് കിട്ടും. ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പൊ 2 പോയിന്റാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്നെന്താണ്? ഒരു അർദ്ധവൃത്തത്തിലെ കോൺ ഒരു മട്ടകോണായിരിക്കും. അത് വെച്ചിട്ട് നമ്മളൊരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ചെയ്തു. രണ്ടാമത് കേന്ദ്രകോൺ എന്താണ്? കേന്ദ്രകോണും വൃത്തത്തിന്റെ വലിയ ഭാഗത്തുണ്ടാക്കുന്ന കോണും തമ്മിലുള്ള ബന്ധം എന്താണ്? വലിയ ഭാഗത്തുണ്ടാക്കുന്ന കോണും ചെറിയ ഭാഗത്തുണ്ടാക്കുന്ന കോണും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സാമിന് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുപോലെ മാത്സിന്റെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ വളരെ ഈസി ആയിട്ട്
ആയിട്ട് നിങ്ങൾക്ക് ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകളായിട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരുടെ അടുത്തും കൂടെ കാണാൻ പറയുക. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് അതുപോലെ ഇതിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനലിൻ്റെ താഴെ തന്ന വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും ആ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.